ഹായ് ഹലോ പുതിയൊരു വിഭവത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കക്ക റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാണ്ട് കക്കർച്ചയായിട്ട് ഒരാൾ വന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ അതായിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇത് വഴട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒന്ന് മൂത്ത് വന്ന് നല്ല മണം വരുന്ന സമയത്ത് മാത്രം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നിങ്ങൾക്ക് വേണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മളെ റോസ്റ്റിനൊക്കെ. അപ്പോൾ ഞാനൊരു 10 ചുവന്നുള്ളി എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്നും വീഡിയോ ഇടുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും 2 തരത്തിലുണ്ടല്ലോ, ഗ്യാസുമ്മലും ഉണ്ട് അടുപ്പിലും ഉണ്ട്. അത് അടുപ്പ് മാത്രം ഉപയോഗിക്കുന്ന വീടുകളുണ്ടോ ഇന്നത്തെ കാലത്ത്? ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവും ഇല്ല, ഇൻഡക്ഷനും ഇല്ല. നമ്മൾ അടുപ്പിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ, ഇവിടെ ഇല്ല. നമ്മളിത് എടുക്കാതെയാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ശീലിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരും നിൽക്കില്ല, കാരണം വിറകടുപ്പ് എന്ന് പറയുന്നത് ഒരു മടിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അതൊരു മടിയാണ്. പക്ഷേ ഇത് അടുപ്പത്ത് വെച്ച് കഴിക്കുന്നതിൻ്റെ സ്വാദ് അത് പഴമക്കാരോട് ചോദിച്ചാൽ അറിയാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവുന്നതും ഇനി അടുപ്പത്തൊക്കെ വെച്ച് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിതിലേക്ക് സവാള അരിഞ്ഞു കൊടുത്തു. സവാള അരിഞ്ഞത് നന്നായി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു തരി ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ തക്കാളി ചെറുതായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ നമ്മൾ ഒരു നുള്ളി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും. ബാക്കി നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കുക്ക് ചെയ്തതിന് ശേഷം ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ മസാലകളൊക്കെ നന്നായി വാട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴും റോസ്റ്റുകൾക്കൊക്കെ തേങ്ങാക്കൊത്ത് നല്ലതാണ്, ഒരു നാടൻ ടച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലെ മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ വേവിച്ച് വെച്ചിട്ടിരിക്കുന്ന കക്ക അതിലേക്ക് ചേർത്തു. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഒരു 5 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള മസാലകളൊക്കെ കക്കയിലേക്കും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു മണം വരും, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിടിച്ച മണം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളുടെ കക്കയിറച്ചി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയാലോ. കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒന്ന് വെതറി കൊടുക്കാം. അതുപോലെ വേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി.